നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട, ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ ഓക്കേ, താങ്ക് യു സർ. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ല കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കായിരുന്നു. എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. വെക്കടാ അവിടെ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. അന്നാ അതിൽ നിന്നൊരു 100 എടാ, എന്റെ ഈ പാലുമള നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ കണ്ട് എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലി കയറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാൽ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്നാ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. ഇല്ല, സമാധാനത്തോടെ അങ്ങനെ തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലട തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേട്ടണത്. സോറി അണ്ണാ, ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശമായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഫോൺ ഹലോ. ഇല്ല, ഫ്രീ ആണ്. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ. കാമരാജ് ലൈനൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ അതെ, അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ, എന്താണോ പ്രശ്നം? നരൻ ഇരിക്കുക. ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹിയിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയൊന്നുമല്ല, ഇവനവനെ നല്ല അടി അടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അത് മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ, ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാ കൊന്നളയെന്നാ പറയുന്നത്. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നൈക്കാടനുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം.
വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാ, വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. കച്ചടാ. പ്ലീസ് നാരായൺ അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാരനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രേക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? അന്നല്ലേ ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ലോക്കമാൻഡിലെ ഊച്ചാളിസിനെ വിളിക്കും. കിട്ടി. ആഭാസന്മാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടുപുഴ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോടാ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തിരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാളുടെ അൽസരേട്ടൻ പറ്റി വെറ്റുപോളി വെറ്റി ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ക്ഷയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാത്താനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടെന്ന് കിംബദന്തി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാങ്ങാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഹലോ, മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നൈക്കാണ്ട് മനസ്സിലാക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല. ഞാൻ ഒന്നിനും വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണത്. നീ ആരാണ് ചേട്ടൻ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ, എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിയതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തോണ്ണ. കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി അണ്ണന്റെ പ്ലാൻ ഏറ്റില്ലെങ്കിൽ ഞാനും ഒരു ലോക്കിട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്കിട്ട് കാര്യം പറഞ്ഞാണ്. ചുമ്മാ ഷോ. അണ്ണ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പറഞ്ഞു. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ആ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഈ ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഞാനുമുള്ള കളിയാണ് തോന്നില്ല. ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. അയ്യോ, അതെടാ, ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്രയും മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. യു കണ്ടിന്യൂ. എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവം എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന് ഏതാണ് കണ്ണട വെച്ച ദൈവം? പൊട്ടകടാപ്പാ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോഴാണ് എല്ലാവരും കൂടെ തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പാ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെയും നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെട്ടാ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരുത്തിൽ വെച്ചിട്ടാ. കൂനന്തുരുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു വിടുന്ന ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരമായിരിക്കൂലേ? പക്ഷെ കൂനന്തുരുത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരുത്ത് UP സ്കൂൾ, ആ സ്കൂളിലെ
പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ ഉം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഉം. അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോകണ്ട അവിടെ. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1ാം റാങ്ക് ആയിരുന്നെന്നും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. രസമല്ല, സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ. അയ്യേ അണ്ണൻ തോന്നി ഒരു പിള്ളേരെ പോലെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇല്ല ഉണ്ടാക്കൂല. പറ പറഞ്ഞു. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകനാടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടുപുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈ അല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്കെല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കും. ഉഗാണ്ടയിൽ ഈദിയമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ പദ്യം പഠിച്ച മാഷെ മറന്നുപോയത്. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. നെക്സ്റ്റ് ഓക്കെ പിടിക്കടാ. കമലദളനയൻ എന്നോട് വിജയനത ചൊല്ലി ഞാൻ കാരുണ്യവാരിതേ ശ്രീപദേ മരണമിക വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. വല്ല സ്മാർട്ടാവല്ലേ? ഓടാ ഓടാ. വിനോദ് AG, ചന്ദ്രിക. മതി മാഷി തല്ലിയത്. അവർക്ക് 48 മാർക്കില്ല. തന്നാലുണ്ടല്ലോ. അവളുടെ അമ്മയുടെ 48. ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്ര അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കാൻ. അയ്യോ മാഷേ, ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് അടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു എന്ന് ഞാൻ. സൈലൻസ്. എന്താ സത്യ, ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരി ഉത്തരം എഴുതി, അത് വെട്ടി, പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വിട്ടു. എന്താ? കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. A+B² = A+2AB + B². അത് കിട്ടിയില്ലേ? ഈ 2 ദിവസം കിട്ടിയോ 25 മീറ്ററിന്റെ? ഈ 9ഉം 10ഉം ഇത് എന്താ? എന്തിനാ അഞ്ജലി കരയുന്നേ? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല എന്താ മോളെ ചോദിച്ചാള്? പൊതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ
അതെന്താ വേറെ ആൾക്കാരാണോ? സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ, ഇതും നടക്കും. ആരാ? തുറക്കടാ, വാതിൽ തുറക്കടാ. തുറക്കാനാ പറയാ, ഞാൻ ചവിട്ടി പൊളിക്കുക. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്കണം. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയത്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് അലമാര തന്നെ തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഞങ്ങളും ഒക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ് എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ് പ്ലീസ്. ബിലീവ് മീ യാ. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം, വല്ലതും പൊട്ടാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണടയില്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്, എന്റെ കണ്ണട. കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവല്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. അച്ഛൻ, ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്കെങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ.
അച്ഛ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നോ? ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ. എന്താ അണ്ണാ? ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാണല്ലോ. നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോകണ്ട. അവിടെ ടാങ്കിലെല്ലാം കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക്. 8 മണിയായിട്ടില്ല. 8ന്റെ പണി വന്നു തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. കാണുമ്പോ വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തെ എന്നുള്ളം തഴുകുതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെർ ഇസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് ആൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസം. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി, അഞ്ജലി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആൻഡപ്പൻ? അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അല്ലല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്നുമില്ലാത്തവനാണ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവന് ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിൽ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്. അഭിമാനിയാണവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്, ബിലീവ് മീ അഞ്ജലി, upon God.
നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി see, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്.